കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നെയ്യമൃത് സംഘങ്ങളുടെ വ്രതാനുഷ്ഠാന ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വേറെവെപ്പ് ചടങ്ങാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പാതിരിയാട് തൃച്ചംബരം നെയ്യമൃത് മഠത്തിൽ 18-അംഗ സംഘമാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. പ്രക്കുഴ മുതലാണ് നെയ്യമൃത് സംഘങ്ങൾ വ്രതമനുഷ്ഠിച്ചു തുടങ്ങിയത്. ഈ മാസം 3-ന് ചതയം നാൾ മുതലാണ് വേറെവെപ്പ് ചടങ്ങ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി 12 ദിവസം മഠത്തിന് കീഴിലെ ഓരോ തറവാട് വീടുകളിൽ നിന്നാണ് സംഘാംഗങ്ങൾ കഞ്ഞി കഴിക്കുക. കഞ്ഞിക്കൊപ്പം ചക്ക വെച്ചത്, ചെറുപയർ പുഴുക്ക്, വെള്ളരിപ്പുളിങ്കറി, മാങ്ങാപ്പെരക്ക്, തേങ്ങാപ്പൂള്, പപ്പടം തുടങ്ങിയ വിഭവങ്ങളും ഉണ്ടാവും. വാഴപ്പോള കൊണ്ട് തടയുണ്ടാക്കി അതിൽ വാഴയില വെച്ചാണ് കഞ്ഞി വിളമ്പുക. കാരണവർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പാതിരിയാട് തൃച്ചംബരം മഠത്തിലെ 18-അംഗ നെയ്യമൃത് സംഘത്തിന് ചൊവ്വാഴ്ച മമ്പറം പോയനാട് മേനരായരോത്ത് തറവാട്ടിലെ പ്രഭാനിവാസിൽ MR പ്രഭാകരൻ നമ്പ്യാരുടെ വീട്ടിലായിരുന്നു കഞ്ഞി. പാതിരിയാട് തൃച്ചംബരം നെയ്യമൃത് മഠം നേതൃത്വത്തിൽ പ്രക്കൂഴം തൊട്ട് വ്രതം ആരംഭിച്ച് 8 ദിവസം വീട്ടിൽ നിന്നുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന കഞ്ഞി കഴിച്ച് അങ്ങനെ 12 ദിവസം വീടുകളിൽ കഞ്ഞി. അത് കഴിഞ്ഞ് മഠത്തിൽ കയറും. ആയില്യം നക്ഷത്രത്തിൽ മഠത്തിൽ കയറും. മഠത്തിൽ കയറിയതിന് ശേഷം എല്ലാം ഇവിടെ പോകാനുള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്യും. 4 ദിവസം മഠത്തിലുണ്ടാവും. ആയില്യം കഴിഞ്ഞ് മകര നക്ഷത്രത്തിൽ കുളിച്ച് ജനക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത്ത നക്ഷത്രത്തിൽ നെയ്യ് നിറച്ച് കെട്ടി പിന്നെ അടുത്ത ദിവസം 19-ാം തീയതി കാലത്ത് കൊട്ടിയൂരിലേക്ക് യാത്രയായിരിക്കും. അപ്പോൾ അത് ആദ്യത്തെ ദിവസം എടയാറിൽ നമ്പൂതിരി ഇല്ലത്താണ് താമസിക്കുക. 2-ാമത്തെ ദിവസം മണത്തണയിൽ, പിന്നെ 3-ാമത്തെ ദിവസം അവിടുന്ന് എല്ലാ മഠങ്ങളും ഒരു 100ഓളം മഠങ്ങൾ ഒന്നിച്ച് കൂട്ടായി കൊട്ടിയൂരിലേക്ക് യാത്രയാവും. 21 രാത്രി 12 മണിയോടുകൂടി ആണ് നെയ്യാട്ടം. ഈ മാസം 15-ന് ആയില്യം നാളിൽ സംഘം മഠത്തിൽ കയറും. 16-ന് മകം നാളിൽ കുളിച്ച് ചെനക്കൽ നടക്കും. 18-ന് നെയ് നിറച്ച് കെട്ടി സംഘം 19-ന് രാവിലെ കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. ആദ്യ ദിവസം എടയാറിലും 2-ാം ദിവസം മണത്തണയിലും തങ്ങി 21-ന് കൊട്ടിയൂരിലെത്തും. അന്ന് രാത്രിയാണ് നെയ്യാട്ടം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.